ഹലോ. അങ്ങനെ ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ് ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പച്ച തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അതിന് ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. റഫായിട്ട് കട്ട് ചെയ്തതാണ്, അളവും കാര്യങ്ങളൊന്നുമില്ല. അളവ് വേണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ, വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പീസ് കൂടെ എടുക്കണം. ഇനി വലിയ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക. സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നല്ല ഭാഗം ഉള്ളിലാവുന്ന രീതിയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം 2 ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം കളർ നൂലെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ വൈറ്റ് നൂലാണ് എടുത്തത്. പുറമേ കാണത്തില്ല, എന്നാലും സെയിം കളർ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് മറിച്ചിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഫസ്റ്റ് വലിയ പീസ് ഇതേപോലെ മറിച്ചിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. അടുത്ത പീസ് നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനെ മറിച്ചിട്ട് എടുക്കാം. കഴിഞ്ഞു. രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും ജോയിൻ ചെയ്യണം. അതിന് മുമ്പേ ഫസ്റ്റ് ആ വലിയ പീസ് ഇതേപോലെ ചുരുക്കിയിട്ടിട്ട് 2 സ്റ്റിച്ച് കൊടുക്കാം. ആ 2 സ്റ്റിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ബേക്കിലത്തെ ഭാഗത്തൊരു ഓപ്പൺ വരും കേട്ടോ. ആ 2 ഓപ്പണും ഉള്ളിലാവുന്ന രീതിയിൽ, സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പീസ് അതിൻ്റെ സെൻറ്ററിൽ വെക്കുക. സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ബോർഡ് എത്രത്തോളം അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഒരു അലിഗേറ്റർ ക്ലിപ്പിലോ നോർമൽ ക്ലിപ്പിൻ്റെ ബേസോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിക്കാം. അല്ലെങ്കിൽ കൈത്തുണ്ട് തുന്നിയാലും മതി. ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഈ ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്?